ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിന്ന്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും, പുതിയൊരു വ്യക്തിത്വമാവാൻ ശ്രമിച്ചാലും, പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ മുൻപ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളുടെ മൈൻഡ് കൺട്രോൾ. അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, കുറച്ചു കാലം കൊണ്ടുപോകുമായിരിക്കും, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കവിടെ മൈൻഡ് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിൻ്റെ പുറകെ പോകുമ്പോഴും ഈ മൈൻഡ് കൺട്രോൾ ആദ്യം കൊണ്ടുവന്നാൽ ഹാഫ് വേ ഡൺ ആണ്. നിങ്ങൾ പകുതി വഴി വിജയിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, അല്ലേ? അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ആ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റായിട്ട് അതെന്നെ അറിയിക്കണം. അതാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ഇന്നും ഞാൻ നിങ്ങളോടൊരു കഥ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ കഥ ഒരു യഥാർത്ഥ കഥയാണെന്ന് മാത്രം. ഒരിടത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു അവർ. അവരുടെ ഇഷ്ടാനുസരണം ആ അച്ഛനും അമ്മയും അവരെ നല്ല രീതിയിൽ വളർത്തി, പഠിപ്പിച്ചു, വിവാഹം ചെയ്തയച്ചു. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒറ്റ മകളായതുകൊണ്ട് തന്നെ ഈ ലേഡിക്ക് അച്ഛനോടും അമ്മയോടും നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ പഠിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനാണ്. അച്ഛനും അമ്മയ്ക്കും താൻ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കാമെന്നവർ തീരുമാനിച്ചിരുന്നു. അവർക്ക് മാനസികമായി ഇടാൻ ഇഷ്ടമുണ്ടായിരുന്ന വസ്ത്രങ്ങളല്ല അവർ ധരിച്ചിരുന്നത്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുണ്ടായിരുന്ന വസ്ത്രങ്ങളാണ്. അവർക്ക് മാനസികമായി പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സായിരുന്നില്ല അവർ പഠിച്ചത്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കോഴ്സാണ്. അങ്ങനെ ലൈഫിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനാണ് അവർ ചെയ്തിരുന്നത്. അതൊരു തെറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ടുമില്ല. കാരണം അത് ഒരു മകൾ എന്ന നിലയ്ക്ക് അവരുടെ കടമയാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കോളേജ് കാലഘട്ടത്തിൽ അവർക്കൊരാളോട് പ്രണയം തോന്നുന്നുണ്ട്. പക്ഷേ അതും അവർ അച്ഛനെയും അമ്മയെയും ഓർത്ത് പറഞ്ഞില്ല. തുടർന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് തന്നെ അവർ ഒരു വിവാഹം കഴിക്കുന്നു. ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിലേക്ക് അവർ കയറി ചെല്ലുന്നു. അവർക്ക് ആ ഒരു സമയത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. നല്ല രീതിയിൽ അവർ ജോലി ചെയ്യുന്നു, ഫാമിലി നോക്കുന്നു. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്കൊക്കെ അവരുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം അവർ കാണുന്നു. യഥാർത്ഥ ജീവിതത്തിൽ അവർ ശരിക്കും സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ശീലങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ഭർത്താവ്. അത് താൻ വീട്ടുകാരോട് തുറന്നു പറഞ്ഞാൽ അവർ കണ്ടെത്തിയ മരുമകൻ ഇത്തരത്തിലൊരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർ അത്രത്തോളം വേദനിക്കുമെന്നോർത്ത് ഈ വ്യക്തി ഒന്നും ആരോടും പറഞ്ഞില്ല. അങ്ങനെ ആ ലേഡിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് 2 കുട്ടികളുണ്ടായി. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു. അവരവരുടെ എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ടിരുന്നത് അവർ പോകുന്ന ജോലി സ്ഥലത്താണ്. അവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാം മറന്ന് അവർ ജീവിക്കുന്നു. അങ്ങനെ ഈ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അമ്മായിയും, അതായത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തീരെ വയ്യാതാവുകയാണ്. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ പറയുന്ന വ്യക്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ലേഡി അമ്മായിയമ്മയെ പരിചരിക്കാനായിട്ട് ജോലിയിൽ നിന്നും വിരമിക്കുകയാണ്. അങ്ങനെ അവർ ജോലി ഉപേക്ഷിച്ച് അമ്മായിയമ്മയെ നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നു, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്കുണ്ടാവുന്ന മാനസികമായ മാറ്റങ്ങൾ മറ്റാരും തന്നെ മനസ്സിലാക്കുന്നില്ല. അവരുടെ മുഖത്തെ ചിരി മാഞ്ഞു, അവരുടെ ആരോഗ്യം തന്നെ ക്ഷയിച്ചു തുടങ്ങി. കാരണം അവരാകെ സന്തോഷം കണ്ടെത്തിയിരുന്നത് അവരുടെ ജോലി സ്ഥലത്തായിരുന്നു. അങ്ങോട്ടുള്ള പോക്കില്ലാതായതോടുകൂടി അവരുടെ ലൈഫ് വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോംഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയമുണ്ടായില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ലേഡിയുടെ അച്ഛനും അമ്മയും മരണപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന അമ്മായിയമ്മയും മരണപ്പെടുന്നുണ്ട്. ഈ അമ്മായിയമ്മയുടെ മരണം കൂടി ആയപ്പോൾ ഇവർ തീർത്തും ഒറ്റപ്പെട്ടു. കാരണം അവർക്ക് പ്രത്യേകിച്ച് അവിടെ ചെയ്യാനൊന്നുമില്ല. കാരണം ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു അമ്മായിയമ്മയായിരുന്നു. അവരെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിന് ശേഷം ഇവർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിലായി. കാരണം മക്കളൊക്കെ വളർന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഇവർ എപ്പോഴും ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. മക്കളൊക്കെ അവരുടെ ലൈഫുമായിട്ട് പല പല സ്ഥലങ്ങളിലായി.
ഭർത്താവ് ബിസിനസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇവരെ കാണാറുള്ളൂ. ആ സമയത്ത് സംസാരിക്കാൻ പോലും നേരം കിട്ടാറില്ല. അദ്ദേഹം വളരെ തിരക്കുള്ളൊരു മനുഷ്യനായിട്ട് മാറിയിരുന്നു. പിന്നീട് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ തീരുമാനങ്ങളെ ഓർത്തു മാത്രമായിരുന്നു. അവരുടെ ഉള്ളിൽ എന്നും റിഗ്രറ്റ് ആയിരുന്നു. ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള ഒരു റിഗ്രറ്റിലാണ് അവർ ജീവിച്ചത്. അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മളൊക്കെ ലൈഫിൽ പല പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ ഇനി വേണമെങ്കിലും ആ ഒരു ലേഡിക്ക് ജീവിക്കാമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ നോക്കി, ആഗ്രഹങ്ങൾ നോക്കി ജീവിക്കാമായിരുന്നു. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? അവരവരുടെ പാസ്റ്റ് ലൈഫിലെ പല കാര്യങ്ങളും ഓർത്ത് വേദനിച്ചാണ് പിന്നീട് ജീവിച്ചത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങളെ സ്റ്റക്കായി നിർത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ലായിരിക്കും, പക്ഷേ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ ലൈഫിൽ സ്റ്റക്കാക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ആലോചിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. എപ്പോഴും പ്ലാനിങ് തന്നെയായിരിക്കും, ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറേ പ്ലാൻസ് കാണും, പക്ഷേ നിങ്ങൾ ഒരു ആക്ഷനും ചെയ്യുന്നുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യുന്നുണ്ടാവില്ല. ഈ രണ്ട് കാര്യവും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പാസ്റ്റ് ലൈഫിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റിൽ നടന്ന ഒരു കാര്യവും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് അതിലെ ഭാരം ഇപ്പോഴും നിങ്ങൾ കഴുതയെ പോലെ ചുമന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ അത് നല്ലതാകണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ആ റിയാലിറ്റി നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിമിഷം ഏതാണോ ആ നിമിഷം തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്നൊക്കെ ആലോചിച്ച്, തീരുമാനങ്ങളെക്കുറിച്ച് ആലോചിച്ച്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്നോർത്ത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും എന്നോർത്ത് പേടിച്ച് ജീവിക്കുകയായിരിക്കും. ഈ രണ്ട് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ ഇപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഈ ഒരു മൊമെൻറ്റ് മാത്രമാണ് നമുക്ക് ലൈഫിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റും നാളെ പാസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരും എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ഡൂയിങ് നൗ. ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ നിമിഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ മാനസിക പരിവർത്തനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാതെ പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇനി വറീഡ് ആവണ്ട. അത് കഴിഞ്ഞുപോയി. പാസ്റ്റിലുള്ള ഒരു കാര്യവും നമുക്കിനി മാറ്റാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു മൊമെൻറ്റിൽ നിന്നും ജീവിച്ചു തുടങ്ങാം. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഭാവിയെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് ഭാവി മനോഹരമാക്കാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ മാനസിക പരിവർത്തനം ഇവിടെ തുടങ്ങട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. പാസ്റ്റിനെക്കുറിച്ചോ ഫ്യൂച്ചറിനെക്കുറിച്ചോ ആകുലതപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. പറയുന്നത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇതെന്ന് എനിക്കറിയാം, പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഫ്യൂച്ചറിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തൊട്ട് നിങ്ങൾ അങ്ങനെയല്ലാതെ ഈ ഒരു മൊമെൻറ്റിലേക്ക് ആലോചിച്ച് നോക്കൂ. ഈ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിൽ വരുത്താൻ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. ബി ഇൻ ദ പ്രസൻറ്റ്, ബി ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Bye.